എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡലി ഞാനൊന്ന് കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡലിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ നിന്ന് മസാല ഇഡലി കൊച്ചുങ്ങൾക്ക് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നത്, ദോശ ഇങ്ങനെ കട്ടി കുറഞ്ഞ ദോശയാണ് ഇവർക്കിഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അതിനിപ്പം സാമ്പാറിന് കടുകൊക്കെ വറുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ സാമ്പാർ അധികം കഷ്ണങ്ങളില്ലാത്ത മത്തങ്ങയും ടൊമാറ്റോയും സവാളയും മാത്രമേ ഉള്ളേ, പരിപ്പും ചേർക്കേ. അപ്പോൾ ഇത് കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് കടലമാവൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു. പിന്നെ ചായയും കൂടി എടുത്തു. പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് കിളിമീൻ ഇരിപ്പുണ്ടായിരുന്നു, കുഞ്ഞത്. അത് തോരൻ വെക്കാമെന്ന് വെച്ച്. ഇതിൻ്റെ തല പോയാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വെട്ടിയെടുത്ത് പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തത്. അപ്പം കുറേശ്ശെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് തേങ്ങ ഞാനൊന്ന് ചതച്ചെടുത്തു. ആ ചതച്ചതിൽ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ചേർത്ത് അരിഞ്ഞിങ്ങനെ ഇട്ടിട്ട് അവിടെ ഞാൻ സൈഡിൽ കുടംപുളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ പിള്ളേർക്ക് ഇവിടെ ഈ പീരയാണ് ഇഷ്ടം. അതിനുവേണ്ടി പീരയ്ക്ക് വേണ്ടി ഞാനൊരു വലിയ സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് അരയ്ക്കാൻ നേരം ഞാൻ ഒരെണ്ണം അരച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെ അരയ്ക്കാറില്ല. ഞാൻ ഈ പിള്ളേർക്ക് ഇച്ചിരി പീര വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നേ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും ഉലുവാപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു. ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. എല്ലാം കൈ കൊണ്ട് നന്നായി ഞെവിടിയതിന് ശേഷം മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുത് ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്, വലിയത് 2 പീസാക്കിയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി വെച്ചേക്കാം. എന്നിട്ട് ഞാൻ ഈ അരപ്പ് അരയ്ക്കാൻ നേരം പുളിവെള്ളത്തിലാണ് അരച്ചത്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മീൻ തോരനൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ ഞാനൊരു ഉരുളൻകിഴങ്ങ് തോരൻ വെക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വാരിയ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരനും അപ്പോഴത്തേക്കിന് റെഡിയാവും. ഇതെനിക്ക് മെഴുക്കുവരട്ടിയേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഈ ഉരുളൻകിഴങ്ങ് തോരനാണ്. ഒത്തിരി കഴിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാറും നമ്മുടെ മീൻ തോരനും ഉരുളൻകിഴങ്ങ് തോരനും. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.